ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 8. സഭയിൽ മറിയത്തെക്കുറിച്ചുള്ള വലിയ 4 വിശ്വാസ സത്യങ്ങളുണ്ട്. മറിയത്തിൻ്റെ ദൈവ മാതൃത്വം അഥവാ തയത്തോക്കോസ് ആയ മറിയം. 2, മറിയത്തിൻ്റെ നിത്യകന്യകാത്വം. 3, മറിയത്തിൻ്റെ അമലോത്ഭവം. 4, മറിയത്തിൻ്റെ സ്വർഗ സംവഹനം. ഈ 4 മഹാവിശ്വാസ സത്യങ്ങളും തിരുവചനത്തിൽ അടിസ്ഥാനമുള്ളതാണ്. ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ വിശ്വാസ സത്യങ്ങളിലേക്ക് സഭ എത്തിയത്. മറിയത്തെക്കുറിച്ച് 32 സ്ഥലത്ത് പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. ആ 32 സ്ഥലങ്ങളിലും ഒരു ടെക്സ്റ്റിൽ തന്നെ, ഒരു പാസേജിൽ തന്നെ, ഒരു ഖണ്ഡത്തിൽ തന്നെ പല കാര്യങ്ങളുണ്ട്, പല തരത്തിൽ ആഴമേറിയ സംഗതികളുണ്ട്. അപ്പം പിന്നെ പഴയ നിയമത്തിൽ ഒരുപാട് പരോക്ഷ വെളിപാടുകൾ പ്രവചന രൂപത്തിൽ കിടപ്പുണ്ട്. ഇവയെല്ലാം ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് സഭ ഈ വിശ്വാസ സത്യങ്ങളിലേക്ക് എത്തിയത്. നമ്മളും തിരുവചനത്തിൽ അടിസ്ഥാനമിട്ട് ഒരു മരിയൻ ധ്യാനം നടത്തുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ തിരുവചനങ്ങളെല്ലാം അടിത്തറയിട്ട് നിൽക്കുന്ന മറ്റൊരു തിരുവചനമുണ്ട്. എന്താണ്? ഫിയാത്ത് എന്ന് മറിയം പറയുന്നു. നിൻ്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് എലിസബത്ത് പറയുന്നു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സന്ദേശം അത് മറിയം സ്വീകരിക്കുകയും ആ തിരുവചനത്തിന് അവൾ അനുസരണത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കുകയും ചെയ്തു. ഈ ഒരു സംഗതിയാണ് മറിയത്തിൻ്റെ ആധ്യാത്മികതയുടെ അടിത്തറ എന്ന് പറയുന്നത്. ഈ തിരുവചനമാണ് ഈ മറിയത്തിൻ്റെ നിലപാടാണ്. അപ്പോൾ മറിയത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചുള്ള ഒരു ധ്യാനത്തിലൂടെയാണ് നമ്മൾ ഈ തിരുവചന ജപമാല, വചനക്കൊന്ത അതിനടിസ്ഥാനമാക്കിയുള്ള പ്രാരംഭ ധ്യാനങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആഴമേറിയ മറിയത്തെക്കുറിച്ചുള്ള ആഴമേറിയ കാര്യങ്ങളിലേക്ക് കുറേ കൂടി ആഴത്തിൽ കടക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മറിയത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് ആണ് നമ്മൾ ധ്യാനിക്കുക. അത് കഴിഞ്ഞ് അടുത്ത കുറച്ച് ധ്യാനങ്ങൾ അതേക്കുറിച്ച് ഈ മറിയത്തിൻ്റെ ആധ്യാത്മികതയുടെ അടിത്തറയാൻ നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരുവചനത്തിലെ ഓരോ കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാം. അങ്ങനെ മറിയത്തോടൊപ്പം മറിയത്തിൻ്റെ പള്ളിക്കൂടത്തിലായിരുന്നു കൊണ്ട്, അനുസരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കലാലയത്തിലായിരുന്നു കൊണ്ട് നമുക്ക് ഈ നവവത്സര പ്രിപ്പറേഷൻ, ഒരുക്കം, കർത്താവിൻ്റെ മഹാ ജൂബിലി വർഷത്തിന് 2030 2033 2030 കർത്താവ് പരസ്യജീവിതം ആരംഭിച്ചത് 2033 കർത്താവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിൻ്റെയും കൃത്യം 2000 വർഷം തികയുന്ന മഹാജൂബിലി. അതിനുള്ള ഒരുക്കം മറിയത്തിൻ്റെ പള്ളിക്കൂടത്തിലായിരുന്നു കൊണ്ട്, വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും കലാലയത്തിലായിരുന്നു കൊണ്ട് നമുക്ക് നടത്താം, ഒരുങ്ങാം. അതിൻ്റെ അടിത്തറയായി നിൽക്കുന്ന വചനം എന്താണ്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മറിയം അനുസരണത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തു. നമുക്കും കർത്താവിൻ്റെ സന്ദേശത്തിന്, കർത്താവിൻ്റെ വചനത്തിന് നമ്മുടെ വിശ്വാസത്തിൻ്റെ കവാടം, അനുസരണത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തുകൊണ്ട് ഈ മഹാജൂബിലിക്കുള്ള നവവത്സര ഒരുക്ക ധ്യാനത്തിൽ പങ്കെടുക്കാം.